ധീരതയോടെ നയിച്ചോളൂ. മോഹനൻ നമ്മുടെ നേതാവ്. കൺഗ്രാറ്റുലേഷൻസ് മോഹന. നിന്നോടും കുടുംബത്തോടും പാർട്ടി എന്നും കടപ്പെട്ടിരിക്കുന്നു. കാരണം നിന്റെ ഭാര്യ നിന്ന് വിജയിച്ച വാർഡിൽ അവളെ ഇത്തവണ മാറ്റി നിർത്തിട്ട് നീ വിജയിച്ചു അവിടെ നിന്നിട്ട്. അതുകൊണ്ട് നീയും കുടുംബവും ഈ പാർട്ടിക്ക് എന്നും അപമാനമാടാ. അല്ല, അഭിമാനമാണ്. അതെ, ഇനിയെങ്കിലും ഒന്ന് ചിരിക്കുന്നത് സന്തോഷിക്കേണ്ട നിമിഷമാണ്. എന്ത് കാര്യത്തിന്? ഞാനിപ്പോ വോട്ട് പിടിക്കാൻ വേണ്ടി എല്ലാ വോട്ടർമാരുടെ വീട്ടിലും ചെന്നിട്ട് ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ തൊഴുത് ഇങ്ങനെ മുണ്ട കഴിച്ചിട്ടാ വോട്ട് മേടിച്ചത്. ഞാനിപ്പോ ജയിച്ചില്ലേ, 5 വർഷം ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ഇനിയിപ്പോ ഇവരൊക്കെ ഓരോ കാര്യത്തിന് എന്റെ ഇടയ്ക്ക് വരും. ഇങ്ങനെ അത് വേണം ഇത് വേണം. ഞാൻ അന്നേരം ഞാൻ കുറച്ച് സഹിച്ചു. എന്തായാലും നിന്റെ ബുദ്ധി കൊള്ളാം മോനാ. നമ്മുടെ പാനലിൽ നീ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും തോറ്റ് തൊപ്പിട്ട് പോയി. അല്ല മെമ്പറേ, നമ്മുടെ ഈ പരാജയത്തെ കുറിച്ച് നമുക്ക് ശരിക്കും പഠിക്കണം കേട്ടോ. അല്ല, നീ ഒരാളല്ലേ വിജയിച്ചുള്ളൂ. നീ വിജയിച്ചതിനെ കുറിച്ച് പഠിച്ചാ പോരെ. പരിപാടി കഴിയൂടാ. നമുക്ക് നമ്മുടെ കസേര തിരിച്ചു പിടിക്കണ്ടേ? പിടിക്കണം, കസേര തിരിച്ചു പിടിക്കണം. നമുക്ക് നിസ്സാരം പോയ കസേര ഞാൻ തിരിച്ചു പിടിക്കും. എങ്ങനെ പിടിക്കും? ഇങ്ങനെ കിടക്കണ കസേര ഇങ്ങനെയൊക്കെ തിരിച്ചു പിടിച്ചില്ല. സംഭവം പഴയതാണ്, അടിക്കുന്നത്. പക്ഷെ പ്രസിഡന്റ് പറയുമ്പോ എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമുക്ക് യുവാക്കളെ നമ്മുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണം. അതിന് എന്തെങ്കിലും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ആ മുഷീനെ ഇറക്കിയാലോ? മത്സ്യകൃഷി തുടങ്ങുന്നുണ്ടോ? അതല്ലെന്ന്, മറ്റേ ഈ കാള് ബോളൊക്കെ തട്ടി കളിക്കണേ മെസ്സിനെ ഇറക്കി കഴിഞ്ഞാല് പുള്ളി എന്താ ഈ ബോംബെയിലും കൽക്കട്ടയിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാല് ഓക്കെയാണ്, നമ്മുടെ പാർട്ടി രക്ഷപ്പെടും. മെസ്സി കേരളത്തിലേക്ക് വരില്ലടാ. എന്താ വന്നാല്? മെസ്സിക്ക് ഭയങ്കര പേടിയാണ് കേരളത്തിലേക്ക് വരാൻ. എന്തുകൊണ്ട്? മെസ്സി കേരളത്തിൽ കാലെടുത്ത് കുത്തിയാൽ മെസ്സിയുടെ ഗോൾഡൻ ബൂട്ട് ചെമ്പായി പോകുന്നു പേടിച്ചിട്ട് മെസ്സി കേരളത്തിലേക്ക് വരില്ല. മേഴ്സിനെ വിളിച്ചാലോ? ഏത് മേഴ്സി? മറ്റേ ഏട്ടാമാറില്ലേ? മോന വേണ്ട, നീ ഒരു ജനപ്രതിനിധിയാണ്. നിന്നെ ആ പെൺകുട്ടിയെ കുറിച്ച് പാർട്ടിക്കടയിൽ കുറെ കുശുകുശുപ്പുണ്ട്. എന്ത് കുശുകുശുപ്പ്? പ്രസിഡന്റ് ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്, ഞങ്ങൾ ഒരു ദിവസം മൂന്നാറിൽ പോയി. എന്തിനു പോയി? ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഞങ്ങള് അതിന്റെ ചർച്ചയ്ക്ക് വേണ്ടി മൂന്നാർ പോയി. ആൾക്കാർ പറയണ പോലെ ഒന്നുമില്ല. എന്താണ്? ഒന്നുമില്ല. പിന്നെന്താ? ഞങ്ങൾ അവിടെ റൂം എടുത്തപ്പോഴും 2 ഹോട്ടലിൽ 2 റൂമാണ് എടുത്തത്. അത് ന്യായം. കിടന്നത് മാത്രം ഒരു റൂമിൽ. ഐക്യം, പാർട്ടിയുടെ ഐക്യം അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അല്ലാതെ ആൾക്കാർ പറഞ്ഞ സംഭവമൊന്നും ഇല്ല. സംഭവം പാടില്ല. അതാണ് നമ്മൾ അങ്ങനെ. ആ തോറ്റ സ്ഥാനാർത്ഥി വിജയൻ ഇങ്ങോട്ട് വന്നിട്ടല്ലോ. വിജയൻ ഇവനൊക്കെ എന്തിനാ ഈ പാർട്ടി ഓഫീസിലേക്ക് ഇങ്ങോട്ട് അടുപ്പിക്കരുത്. ഇല്ലല്ലോ, അതിന്റെ കണ്ട പുതിയ സെഗ്മെന്റ് കേട്ടോ വന്നത്. തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി നീ എൻ്റെ പ്രാണനിൽ അലിയൂ വേഗം. അവിടെ കിടന്ന് ചിക്കാടാ. ആലോചിക്ക്, നീ ആലോചിക്ക്. നീ എങ്ങനെ തോറ്റു എന്ന് ആലോചിക്ക്. മോഹൻലാലിന്റെ ഫിഗർ വിട്ടിട്ട് അവന്റെ പേര് വിജയൻ. അമ്പേ പരാജയം, ലോക തോൽവി, തോൽവി പരാജയം. എന്തിനാടാ നീ ഇങ്ങനെ തോറ്റത്? ജയിക്കുന്ന തന്നെയായിരുന്നു എന്റെ പ്രതീക്ഷ. എന്നിട്ട് എന്റെ പ്രസിഡന്റ്, നമ്മുടെ വാർഡിൽ എത്ര വോട്ടർമാരുണ്ട്? നിന്റെ വാർഡില് 1200 വോട്ടർമാര്. അല്ലേ? ഇവർക്ക് വേണ്ടി ഞാൻ ഫ്രീ ആയിട്ട് ബിരിയാണി കൊടുത്ത്, അറിയോ? 700 ബിരിയാണി ടപ്പേന്ന് പറഞ്ഞ് ചെലവായത്, അറിയോ? അപ്പൊ 700 വോട്ട് എനിക്ക് കിട്ടണ്ടേ? അതെ. ബാക്കി 500 അല്ലേ അവർക്ക് കിട്ടണ്ടു. അപ്പൊ നിനക്ക് എത്ര വോട്ട് കിട്ടി? 12. കാശ് കൊടുത്ത് ഞാൻ ഉണ്ടാക്കിയ എന്റെ ബിരിയാണി മുട്ടൂന്ന് പറഞ്ഞ് തിന്നിട്ട് അപ്പുറത്തെ പാർട്ടിക്ക് പോയി കൊത്തി. ദഹിക്കൂലടാ, ദഹിക്കൂല. ആ ബിരിയാണി ദഹിക്കൂല. അല്ലല്ല, തോറ്റോമ്പർ അങ്ങനെ സംസാരിക്കും.
അല്ല, നീ പറ. ഇല്ലില്ല. 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 നിങ്ങൾ സംസാരിക്കല്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കേരള കൺട്രി സ്മോൾ കൺട്രി. കേരള ജനറേഷൻ പീപ്പിൾ സ്മോൾ പീപ്പിൾ ആൻഡ് ദ പ്യുവർ പീപ്പിൾ. ഇറ്റ് ഈസ് ദ അമേരിക്കൻ ഇസ്രോ വിത്ത് ദ വേൾഡ് കണക്ഷൻ. അണ്ടർസ്റ്റാൻഡിംഗ് ഇംഗ്ലീഷ് നിർത്തടാ. എന്താ ഇവിടെ ഇരിക്കുന്ന ആർക്കും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടെ? ഇവർക്കെല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. അതുകൊണ്ടാണ് നിന്നോട് ഇംഗ്ലീഷ് നിർത്താൻ പറഞ്ഞത്. ഓക്കെ. ഛേ, അല്ലെങ്കിൽ അതെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും താഷ്യം പാടില്ല. അതെ നീ ഒരു ജനപ്രതിനിധിയാണ്, താഴണം. അല്ലെങ്കിൽ അതെ ഇങ്ങാർക്ക് മൂക്കത്താ ചുണ്ടി. അപ്പൊ പുള്ളി എങ്ങനെ ബാത്റൂമിൽ പോണത്? ഞാനേ ചുണ്ടി എന്നാണ് പറഞ്ഞത്. നിങ്ങളിത് വലിച്ചു നീട്ടി എന്റെ കേസിൽ ഇടപെട്ട് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതവിടെ വിട്ടേക്ക് കേട്ടോ, അതവിടെ വിട്ടേക്ക്. അതെ, പാർട്ടി ഓഫീസിൽ ആരോ ബോംബ് വെക്കാൻ പറ്റും. ആരോ ബോംബ് വെക്കാം. അടിക്കില്ലേ? ആരാണത്? ഇത് നമ്മുടെ 9ാം വാർഡിലെ മനോഹരില്ല തോറ്റുപോയ ആ പുള്ളിയാണത്. അവനെന്താ തലേ തൂടിയിട്ട് പോണത്? കെട്ടിവെച്ച കാശ് പോയല്ല, അത് പിന്നെ തലയെ കെട്ടുമായിട്ട് ഇങ്ങനെ അടക്കുന്നു. അത് മൈൻഡ് അവനെ നമ്മൾ അടിപ്പിക്കണം. പാർട്ടിന്റെ തലയെ കെട്ടണ്ടവൻ. അവള് പറഞ്ഞിട്ടുണ്ട് മേഴ്സിയാണോ? നിന്റെ ഭാര്യയാണെന്ന്. വളർത്താനാണോ? കാണോ? അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങള് ഭാര്യയും ഭർത്താവും തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്? അല്ല, ഞാൻ 5 വർഷം മെമ്പർ ആയിരുന്നല്ലോ. ഈ 5 വർഷം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. അപ്പൊ നീ നിന്റെ ഭാര്യനെ കണ്ടിട്ടില്ല 5 വർഷം? ഞാൻ കാണാറില്ല. ഇവിടെ മെമ്പറായി കഴിഞ്ഞാൽ രാവിലെ ആരെങ്കിലും സൈക്കിളിലോ സ്കൂട്ടറിലോ ഒന്ന് കൊണ്ടുപോകും. വാർഡിന്റെ വികസനത്തിന് വേണ്ടിട്ട് കാണാൻ പറ്റിയിട്ടില്ല ഇവിടെ. കാണണം. മോളെന്ത് ചെയ്യണ്? അവള് കഴിഞ്ഞ ആഴ്ച മറ്റേ അപ്പുറത്തെ വീട്ടിലെ സുരേഷിന്റെ കൂടെ ഒളിച്ചോടി പോയി. സ്വന്തം ഭർത്താവ് നിലയ്ക്ക് അവിടെ അച്ഛൻ നിലയ്ക്ക് എന്നോടൊന്ന് പറയണ്ടേ? എന്നോടൊന്ന് പറയണ്ടേ? ഞാനിത് എന്ത് ചെയ്യൂന്ന് പറ. എന്ത് ചെയ്യൂന്ന് പറ. പറയണേക്ക് നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ ആ കല്യാണം മുടക്കത്തില്ലേ? അതുകൊണ്ട് അവള് പോട്ടേന്ന്. ഇപ്പൊ സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ? ഒരു ബാധ്യത ഒഴിഞ്ഞു കിട്ടിയെന്ന് വിചാരിച്ചാ അപ്പൊ നമ്മള് നീ ഒരു കണക്കിന് നീ നമ്മളെ രക്ഷപ്പെടുത്തി. അമ്മ എന്ത് ചെയ്യുന്നു? എന്നെ തിരക്കിയോ? അതള്ള കഴിഞ്ഞ ദിവസം കാല് തന്നെ തോട്ടി വീണ്. അമ്മ തോട്ടി വീണോ? എന്നിട്ട് എന്റെ അമ്മക്ക് എന്ത് പറ്റി? എന്റെ അമ്മ 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 എന്ത് ചെയ്യുന്നു? അടങ്ങ്. ഞാൻ അവരെ രക്ഷിക്കാനായിട്ട് ചെന്ന് അവര് 2 കൈ കെട്ടി ഇങ്ങനെ അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. എടി നിനക്ക് രക്ഷിക്കാൻ മേലായിരുന്നോ പിടിച്ച വലിച്ച? രക്ഷിച്ചേനെ. എന്നെ കണ്ടതും 5 സ്വർണ്ണവളയില് ഈ കയ്യില് ഒളിപ്പിച്ച് വെച്ചിട്ട് കാലി കൈ പൊക്കിട്ട് അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. എന്നെ പട്ടി രക്ഷിക്കും. ആ വളയിട്ട കൈ പൊക്കിയിരുന്നെങ്കിൽ ഒരു വളയെങ്കിലും ഞാൻ അടിച്ചു മാറ്റിട്ട് അവരെ രക്ഷിക്കില്ലായിരുന്നോ? അമ്മ പിന്നെ ആരും രക്ഷിച്ചെന്ന് പറ. നാട്ടുകാര് രക്ഷിച്ചു. അത് മതി. നാട്ടുകാരെ ഉണ്ടാവുള്ളല്ലോ ലാസ്റ്റ് എല്ലാത്തിനും. പാർട്ടി ഓഫീസാണ്. അല്ല ഇതാ എന്റെ മറ്റേ എടാ, ഇവിടെ നിങ്ങക്ക് രംഗസജ്ജീകരണം കൊടുക്കാനായിട്ട് ഞാൻ ആർട്ടിസ്റ്റ് സുജാനൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. നിങ്ങളുടെ വികാരങ്ങളെ ഞാൻ മാനിക്കുന്നു. അല്ല നീ അവളോട് സംയമനം പാലിച്ച് വീട്ടിലോട്ട് പോകാൻ പറ. അത് പുറകെ നീ പോ. ഇത് അതൊന്നും അല്ല, നിങ്ങൾ ഇങ്ങോട്ട് അങ്ങോട്ട്. ഞാനിപ്പൊ വന്ന എന്തിനാന്നറിയോ? എന്തിനാ? ഞാൻ ഈ 5 വർഷം കൊണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കി ഒരു കാർ ഷെഡും പണിതു. ഇനി അതിലേക്ക് ഒരു കാർ വാങ്ങിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടെയാണ്. ഞാനാണല്ലോ മെമ്പർ. ഉണ്ടായ കാലത്ത് ഞാനും വീട്ടിലൊരു കാർ ഷെഡ് പണിതായിരുന്നു. ഇതേവരെ എനിക്കൊരു കാർ മേടിച്ചിടാൻ പറ്റിയിട്ടില്ല. എല്ലാം നടക്കുന്നേ. അതെ, ഞാനൊരു കോഴിക്കൂട് പണിതിട്ട് കുറെ നാളെ, അതിലേക്ക് ഒരു കോഴീനെ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. കേറി കിടന്നാ മതി, അതാണല്ലോ. എന്റെ കാറിന്റെ കാര്യം നമുക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ പറയാം. പിന്നെ ഈ പ്രസിഡന്റ് എന്ന് പറയണതല്ലേ മലമറിച്ച സംഭവം ഒന്നും അല്ലല്ലോ. അതങ്ങനെ തോന്നും. ചുമ്മാ ഇരിക്കണവർക്ക് തോന്നും പ്രസിഡന്റ് സ്ഥാനം ചുമ്മാതാണെന്ന്. അതിനകത്ത് കയറി ഇരിക്കണം, അപ്പഴാ മനസ്സിലാവുള്ളൂ. ദേ അങ്ങോട്ട് ചോദിച്ചു നോക്ക്, അറിയാ കഷ്ടപ്പാട് ബുദ്ധിമുട്ട് എന്താണെന്ന് ഉണ്ടായവരോട്. റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നടക്കണം. അതെ 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 അതെ. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. നമുക്ക് ഈ പോയ സീറ്റുകളെല്ലാം തിരിച്ചു പിടിക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പണി ചെയ്യാം. എന്ത് ചെയ്യാം? ഈ മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കാം. 12 വോട്ടും പിടിച്ച് പാടിയിട്ട് വന്നിട്ട് മണ്ഡലത്തിൽ മത്സരിക്കാൻ നടക്കണം. വിട്ടിപ്പോരുത്. മോനാ നീ പറ. പ്രസിഡന്റ്, എന്റെ മനസ്സിൽ എനിക്കൊരു ഐഡിയ തോന്നുന്നു.
പ്രസിഡന്റെ ഇതെന്താണത്? അല്ല ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ അത് കേൾക്കാൻ വേണ്ടിട്ട് ഈ പുറകെ കിടക്കണത്. ശ്ശേ, ഏരിയ വിട്ടുപോയില്ല ഞാൻ. പറ, പറ. ഇതിന്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പാർട്ടികളോട്ട് എന്തായാലും നമുക്ക് കിട്ടും. അത് കിട്ടും. നമ്മൾ എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും നമ്മുടെ പാർട്ടിയിലോട്ട് നമുക്ക് കിട്ടും. അവരുടെ പാർട്ടി കിട്ടാനുള്ളോട്ട് അവർക്കും കിട്ടും. പക്ഷേ ഈ രണ്ട് പാർട്ടിക്കും ഇടയില് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ ആടി ഒലിഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരെ വോട്ട് ചെയ്തെങ്കിലും മാത്രമേ ഏത് പാർട്ടിക്കാരനും. അതെ, അവരാണ് ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത്. മോനാ, പറഞ്ഞത് പോയിന്റാണ്. പക്ഷേ ഈ അങ്ങോട്ട് മാടി ഇങ്ങോട്ട് മാടി നിൽക്കുന്ന ആ വിഭാഗത്തിനെ നമ്മൾ എങ്ങനെ കണ്ടെത്തും? അവരെയൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അവരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പോകാനാ നീ നമ്മളെ മുത്താളാ. എന്നിട്ട് അവരെ എവിടെ? എടാ കേറി വാണ മക്കളെ. ആടി നിൽക്കുന്ന വിഭാഗത്തോട് വരാൻ പറ. വന്നല്ലോ അവര്. ആടുന്ന വിഭാഗം എന്ന് പറഞ്ഞപ്പോ ഇവർ ഇത്ര ആടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ പൊന്ന് പ്രസിഡന്റ്, കേരളത്തിൽ ഇത്രയും ബാറും ബിവറേജും ഒക്കെ തുറന്നു വച്ചിരിക്കുമ്പോ ഇതുപോലെ മദ്യവിഭാഗം ഇടയ്ക്കോ നാടും ഇവരാടിയാലേ നമുക്ക് നേടാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ നമ്മുടെ പാർട്ടിയുടെ അടിഞ്ഞാട്ടമല്ലേ അടിഞ്ഞാട്ടം.